പാടില്ല. ആ സ്ത്രീ സത്യസന്ധമായി പറഞ്ഞാൽ മതി. എനിക്ക് MBBS കിട്ടിയില്ല പാടില്ല. ഓളി തലി തട്ടിട്ട് നിസ്കരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നിസ്കാരം ഒന്നും പോക്ക് താല്പര്യമില്ല. ഒരൊറ്റ കൊല്ലം കൊണ്ട് കുട്ടിക്ക് വന്ന മാറ്റമാണ്. അപ്പോൾ ഞാൻ അപ്പം എന്താ വെച്ചാൽ നമ്മൾ ഈ തിരൂരൊരു ക്യാമ്പ് നടന്നിരുന്നു, ഒരു 10-60 കുട്ടിയേക്ക്, വിഷൻ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയേക്ക്. അപ്പോൾ ആ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ വന്നൊരു സമയമാണത്. അപ്പോൾ ആ ക്യാമ്പിൽ ഞാൻ കുറേ സമയം ക്ലാസ് എടുത്തു, പിന്നെ ആ കുട്ടികളായിട്ട് സംസാരിച്ചു, കൗൺസിലിംഗ് കൊടുത്തു, ഒക്കെ വന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു 2-2.5 മണിക്കൂർ സമയമുള്ള ഒരു ക്ലാസ് കൊണ്ട് ആ കുട്ടികളായിട്ട് മാറുകയാണ്. 6 ദിവസം കഴിഞ്ഞ് ആ കുട്ടികളൊക്കെ എഴുതിയ ഫീഡ്ബാക്ക് കണ്ടാൽ ആ കുട്ടികൾ എന്താ പറയുക, കരഞ്ഞു പോകും. അപ്പോൾ എൻ്റെ അവിടുത്തെ കോർഡിനേറ്റർ ആയ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഒരു കുട്ടിൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ മതി, ഞങ്ങൾക്ക് ഇനി ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട. എൻ്റെ കുട്ടി വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചൊരു കുട്ടിയായിട്ടുണ്ട്. 6 ദിവസം കൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിത് നിർത്തരുത്. നിങ്ങളിതിന് 6 ദിവസമാക്കിയത്, നിങ്ങൾ 60 ദിവസമാക്കിയാലും ഞങ്ങൾ അതിൻ്റെ ഫീസ് എന്നിട്ട് ആ കുട്ടികൾ അവിടെ കൊടുന്നിരുന്നതാണ്. അപ്പോൾ പാലയിൽ 1 കൊല്ലം പറഞ്ഞയച്ച രക്ഷിതാവ് 6 ദിവസത്തെ ഒരു ക്യാമ്പിനെ കുറിച്ച് അറിഞ്ഞില്ല, കേട്ടില്ല. അത് നമ്മളെ പ്രശ്നം. പാലയിൽ 1 കൊല്ലം, അതിന് എത്ര ഫീസ്? പാലയിൽ 1 കൊല്ലം പഠിക്കാൻ എത്ര ഫീസ്? അവിടെ മക്കളെ മാറ്റി നിർത്തി അവിടുത്തെ സംസ്കാരം നോക്കാതെ, കൂടെ പഠിക്കുന്ന കുട്ടികളാരാ നോക്കാതെ, ജുമാക്ക് പോകാൻ ഒരു പള്ളി അടുത്തുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ കൊണ്ടയാക്കി പോരുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു മനസ്സ് എന്തിനില്ല? ദീനിയായ ഒരു ബോധം നൽകുന്നതിനില്ല എന്നത്. അപ്പോൾ അതുണ്ട്, അത് വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ പറയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും അള്ളാഹുവോട് എന്ത് ചെയ്യണം? മറുപടി പറയേണ്ടി വരും. അപ്പം നമ്മൾ ആത്മവിചിന്ത നടത്തേണ്ട കുട്ടി മദ്രസ പഠിച്ചോ ഹാഫിളായോ എന്നൊന്നല്ല. ആ കുട്ടിയെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ആ കുട്ടിയിൽ ദീനിയായ ഒരു മാറ്റം ഉണ്ടായിട്ട് വേണം നമുക്ക് കണ്ടടക്കാൻ. അത് നമ്മുടെ ഒരു കടമയാണ്, നമ്മുടെ ഒരു ബാധ്യതയാണ്. ഈ ബോധം രക്ഷിതാക്കൾക്ക് ഇല്ലാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നം എന്താ പറയുക, അതാണ് ഞാൻ പറയണത്. ഇല്ലാത്തൊരു പ്രശ്നം എന്നാൽ നമ്മുടെ കുട്ടികളെ എങ്ങനെ നമുക്ക് നല്ല ഒരു ദീനിയായി വളർത്താം എന്നതിന് ഈ മദ്രസയിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിലേറെ ഈ രക്ഷിതാക്കളെ പഠിപ്പിക്കണം. അത് വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കരുത്. രക്ഷിതാക്കൾക്ക് മദ്രസയിലെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കണ പോലെ. ഇപ്പോൾ നിങ്ങൾ പെരിന്തൽമണ്ണയിലൊക്കെ എന്ത് ചെയ്യും, ഈ ഉമ്മമാർക്ക് ക്ലാസ് വെക്കും. ആ ഉമ്മമാർക്ക് വെക്കുന്ന ക്ലാസ്സിൽ മാസത്തിലൊരു ക്ലാസ് ഉമ്മമാർക്ക് വെക്കും. അപ്പം ഞാൻ ചിന്തിക്കൽ, 1 മാസം കുട്ടി മദ്രസയിൽ വരുന്നതിലേറെ ആ ഒരു ക്ലാസ്സിന് ഉമ്മ വരുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്ന് ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ആലോചിക്കലുണ്ട്. ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ അതിനോട് സംസാരിച്ചു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞൊരു മറുപടി എന്താ പറയുക, എന്നോട് പറഞ്ഞത്, എനിക്ക് വിശ്വാസമല്ല എന്നാണ്. നിനക്ക് അള്ളാഹ് ഉണ്ട് എന്ന് നിനക്ക് വിശ്വാസമല്ലേ? പരലോകമുണ്ട് എനിക്കതൊന്നും വിശ്വാസമല്ല. അപ്പം എനിക്ക് പരലോകമുണ്ട് അല്ലെങ്കിൽ അള്ളാഹു ഉണ്ട് എന്നൊന്നും വിശ്വാസമില്ല എന്ന് ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു പെൺകുട്ടി പറയുമ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ മോള് ഏതെങ്കിലുമൊക്കെ പിന്നെ ഈ ഫ്രീ തിങ്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിരീശ്വരവാദികളെ അങ്ങനത്തെ വല്ലവരുടെയും സൈറ്റിലൊക്കെ കയറി ക്ലാസ്, അങ്ങനത്തെ ക്ലാസ്സൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ഈ പടച്ചല്ല പറയണത്. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ സമയം ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ പിന്നെ വുജൂദ് ഞാൻ എന്ത് ചെയ്തു, കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഏകദേശം ആ കുട്ടിക്ക് അതിനെപ്പറ്റി ഒരു ധാരണ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നീ ഒരു അള്ളാഹ് ഇല്ല എന്ന് നിന്നെ പറയിപ്പിച്ചത് എന്താണെന്നാണ്. അതിൻ്റെ കാരണം ആ കുട്ടി പറയുമ്പോഴാണ് നമ്മളെത്രമാത്രം നമ്മൾ പാരൻസിന് ക്ലാസ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്താ പറയാൻ കാരണം തരും, ഈ കുട്ടിക്ക് ദീനിയായ ശരിയായ ഒരു ബോധം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഉമ്മയും വാപ്പയും നല്ല ദീനിയാണ്. അപ്പോൾ ഉമ്മയും വാപ്പയും എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഉമ്മ എന്ത് ചെയ്യും, ഒരു സ്വൈരവും കൊടുക്കാതെ അവിടെ പിന്നാലെ കൂടും. ആ മക്കനെ ഒന്ന് ഇങ്ങിട്ടിട്, ആ മക്കനെ ഒന്ന് ഇങ്ങിട്ടിട്, ഇത് മാർത്തിട്ട് ഒന്ന് പിടിച്ച് കുത്ത്, ഇതൊന്ന് നിസ്കരിക്ക്, ഇതൊന്ന് ബേ നീക്ക് എന്ന് പറഞ്ഞ് ഓൾക്ക് ഒരു കാര്യം ചെയ്യാനും ഇഷ്ടമല്ല. കാരണം ഓൾക്ക് എന്താണ്, അതിനോടൊന്നും താല്പര്യമില്ല. അങ്ങനത്തെ ഒരു കുട്ടിനെ കൊണ്ട് എന്ത് ചെയ്യാണ്, 14 കൊല്ലം ദീന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ആ കുട്ടി ഇപ്പോൾ ആരായത്, ദൈവനിഷേധിയായത്. അപ്പോൾ എന്താ അങ്ങനെ ദൈവനിഷേധിയാവണത്? ഈ ദീനാണ് എനിക്ക് വീട്ടിൽ നിൽക്കാനുള്ള ഇടങ്ങേറെന്നാണ് ഓൾ പറയണത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഉമ്മാക്ക് കുറച്ച് ദീനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ദീനോട് ഞാൻ ഇടങ്ങേറായി. ഇപ്പോൾ ഈ പടച്ചോനും പരലോന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇടങ്ങേറില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെയാണ് ഓള് ഒരു ദൈവനിഷേധിയായത് മനസ്സുകൊണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് ചിന്തിക്കണം. നിങ്ങളെ കുട്ടികളോടൊക്കെ നിസ്കരിക്കാൻ പറയുമ്പോൾ ആ കുട്ടിക്ക് നിസ്കാരം ബോധ്യപ്പെടുത്തിയാണ് നിസ്കരിക്കാൻ പറയണത്.
തട്ടിടുന്നത് ബോധ്യപ്പെടുത്തിയിട്ടാണോ തട്ടിടാൻ വേണ്ടി പറഞ്ഞത്? ഈമാൻ ബോധ്യപ്പെടാത്ത ഒരാൾക്ക് എന്തെങ്കിലും അമല് ബാധ്യത ഉണ്ടോ സുഹൃത്തുക്കളെ? ഈമാൻ ഉള്ളിൽ തട്ടാത്ത ഒരാൾക്ക് ഒരമല് ബാധ്യത ഉണ്ടോ? ഈമാനാണ് പ്രധാനം. വിശ്വാസം ഉറക്കാതെ ഒരാൾക്കും ഒരു കർമ്മം ചെയ്യാൻ പറ്റില്ല. വിശ്വാസം ഉറക്കാതെ ഒരാൾക്ക് ആ വിശ്വാസം ശരിക്കും ഉള്ളിൽ തട്ടി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ആ കുട്ടി ചെയ്യണം. നിസ്കാര സമയമാകുമ്പോൾ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു കാളൽ, ഒരു ബേജാർ ആ കുട്ടിക്ക് സ്വന്തം ഉണ്ടാവണം അല്ലേ? തട്ടം നീങ്ങുമ്പോൾ തട്ടം നീങ്ങിയല്ലോ എന്ന പേടി ആ കുട്ടിക്കുണ്ടാവണം. അതില്ലാത്ത കുട്ടികളെ നിങ്ങൾ വീട്ടിൽ വെച്ച് നിർബന്ധിക്കുമ്പോഴും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും അവർ മതത്തിനെതിരാവുകയാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് ഒന്നും രണ്ടും അനുഭവങ്ങളല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കുട്ടികൾക്ക് ശരിയായ ബോധം നൽകുക. ഞാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടികളെ ബോധ്യപ്പെടുത്താനൊന്നൊരു പണിയില്ല. ഈ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കുറേ കാലത്തെ പ്രയത്നത്തിനൊന്നും ആവശ്യമില്ല. ഒരു കുട്ടി നല്ലൊരു അറിവ് കിട്ടാൻ സമയം വേണം. ഒരു കുട്ടിക്ക് അറിവ് കിട്ടണമെങ്കിൽ എന്ത് വേണം? 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ 8-ാം ക്ലാസ് വരെയൊക്കെ പഠിക്കണം. അല്ലാത്തൊരു കുട്ടിക്ക് അറിവ് കിട്ടില്ല. ഭാഷ പഠിക്കണമെങ്കിൽ, ഖുർആൻ്റെ അർത്ഥം പഠിക്കണമെങ്കിൽ, നിസ്കാരത്തിലെ ദിക്റുകൾ ചെല്ലണമെങ്കിലും, അദ്കാറുകൾ പഠിക്കണമെങ്കിലും ഒക്കെ എന്ത് വേണമെന്നറിയോ? ആ കുട്ടിക്ക് അറിവ് കിട്ടണമെങ്കിൽ നമ്മളത് സിലബസൊക്കെ വെച്ച് പഠിപ്പിക്കണം. പക്ഷെ ആ കുട്ടി നല്ലൊരു കുട്ടിയാവാനുള്ളൊരു ബോധം ആ കുട്ടിക്ക് നൽകുക എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, ചെറിയൊരു സമയം കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരാൾക്കൊരു മാനസാന്തരം ഉണ്ടാവാൻ കുറഞ്ഞ സമയം കൊണ്ട് പറ്റും. ഞാൻ ഉദാഹരണങ്ങൾ പറയാം. എത്രയോ വർഷങ്ങളെ 5 വർഷമായിട്ട് ആ കുട്ടിക്ക് എന്താണ് അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യനായിട്ട് റിലേഷൻ ഉണ്ട്, ബന്ധമുണ്ട്. അപ്പോൾ ആ കുട്ടി ഇത്ര കാലം അവർ സമ്മർദ്ദം ചെലുത്തിയിട്ടും വീട്ടുകാർ മുഴുവനായിട്ട് മെനക്കെട്ടിട്ടും ആ കുട്ടിക്കൊരു മാനസാന്തരവും വന്നിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരാൾക്ക് മാനസാന്തരം വരാൻ 1000 മണിക്കൂറൊന്നും വേണ്ടാന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടിക്ക് മാനസാന്തരം വന്നത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിൻ്റെ വാപ്പയുടെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച ഒരു ദിവസം ഏതാണെന്ന് നിനക്കറിയോ ചോദിച്ചു. അത് ഇന്നാണ്. അതെന്താ കാരണം അറിയോ? നിന്നെ കൂട്ടി നിൻ്റെ ഈ വാപ്പ എൻ്റെ വീട്ടിലേക്ക് വന്ന് നീ ഒരു പ്രേമത്തിൽ കുടുങ്ങി എന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേടുണ്ടല്ലോ, അത് അയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വേദനയാണ്. ഞാൻ അത് പറഞ്ഞപ്പോൾ ആ കുട്ടി ശരിക്കും അലമുറയിട്ട് കരഞ്ഞു. ഞാനൊരു ഷോക്കല്ല, അവൾ ഉപ്പാനെ സങ്കടപ്പെടുത്തിയതിൻ്റെ ആ ദുഃഖം അവളിൽ ശരിക്കും പ്രകടമായി. ശരിക്കും ആ ഒരു വാക്കിന് ശേഷം ഞാൻ പറഞ്ഞതൊക്കെ അവൾ കേട്ട്. ഞാൻ അവസാനം അവളോട് ചോദിച്ചു, നിനക്ക് ഈ വാശി നടപ്പിലായാൽ, ഈ പ്രേമം നടപ്പിലായാൽ നിനക്ക് കിട്ടുന്ന ലാഭം എന്താണ്? നഷ്ടം ഞാൻ പറഞ്ഞുതരാം. നഷ്ടങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ നഷ്ടം, നിൻ്റെ വീട്ടിൽ ഏറ്റവും അധികം നല്ലൊരു കുട്ടി എന്ന നിലക്ക് നിൻ്റെ വാപ്പയും ഉമ്മയും 19 കൊല്ലം വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കണ്ട നിൻ്റെ പ്രേമം ഫോണിൽ കണ്ട അന്ന് നിന്നെക്കുറിച്ചുള്ള ആ ധാരണ വാപ്പയും ഉമ്മയും എന്ത് ചെയ്തു? തിരുത്തി. നഷ്ടമല്ലേ? ചെറിയ നഷ്ടം നിനക്ക്. നിൻ്റെ കുടുംബത്തിൽ മുഴുവനും നല്ല കുട്ടി എന്ന് കുടുംബക്കാർ പറഞ്ഞവർ ഈ വിവരം അറിഞ്ഞതോടുകൂടെ എന്ത് ചെയ്തു? ആ കുടുംബക്കാർ നിന്നെക്കുറിച്ച് തെറ്റായി വിചാരിച്ചു. മാത്രമല്ല, നല്ലൊരു കുട്ടിയാണെന്ന നിലക്ക് ദീൻ്റെ കാര്യങ്ങൾ പാലിച്ചു പോരുന്ന നിനക്ക് ഇവന് ചാറ്റ് ചെയ്യും, ഇവനെ ബന്ധപ്പെടും ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഒരു കുറ്റബോധം, മനസ്സിൻ്റെ ഒരു വിഷമം, ഞാനാണല്ലോ ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു ഭയങ്കരമായ വേദന, അതൊക്കെ എത്ര ശക്തമാണ്. ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്ന്, ഇനിയിപ്പോൾ കല്യാണം കഴിയുകയാണെങ്കിലോ ഒരു നല്ല കുടുംബജീവിതം നിനക്കില്ല. ഈ ഭൂമിയിൽ കിട്ടേണ്ട ഏറ്റവും സൗഭാഗ്യകരമായ ഒരു കുടുംബജീവിതം നിനക്ക് നഷ്ടപ്പെട്ടു പോയി. നാളെ നിനക്ക് കുട്ടികളുണ്ടായാൽ ആ കുട്ടികൾ ചോദിക്കും, എന്തെങ്കിലും നീ ഒരു നല്ല കാര്യം പറയുമ്പോൾ ആ കുട്ടികൾ തിരിച്ചു ചോദിക്കും, ഉമ്മി വാപ്പി എങ്ങനെ കല്യാണം കഴിഞ്ഞു എന്ന ഒരു ചോദ്യത്തിന് മുന്നിൽ നിനക്കൊന്നും മക്കളോട് പറയാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഇങ്ങനെ ഞാൻ അങ്ങനെ എണ്ണി പറഞ്ഞപ്പോൾ അവസാനം അവൾ എന്നോട് പറഞ്ഞു, ഇന്ന് ഒഴിവാകാനുള്ള വഴി പറഞ്ഞു തരും. നമ്മൾ ഒഴിവാകാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. ഞാനിത് നിങ്ങളോട് വേണം വെച്ചാൽ, ഒരു കുട്ടീൻ്റെ മനസ്സ് മാറാൻ ചിലപ്പോൾ 5 മിനിറ്റ് മതിയാവും. പക്ഷെ ആ മനസ്സ് മാറാത്തിടത്തോളം കാലം ആ കുട്ടി സ്വന്തമായൊരു നന്മയും ചെയ്യൂല. അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് നമ്മൾ വിജയിച്ചെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിലോ പിന്നെ ആ കുട്ടി പ്രായപൂർത്തിയായി വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നിയന്ത്രണത്തിലല്ല, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇരുന്ന് കരയാനേ പറ്റുള്ളൂ.
പിന്നൊരു സഹോദരി എന്നോട് പറഞ്ഞു, അവർ ഭർത്താവ് പെട്ടെന്ന് കഴിഞ്ഞ വർഷം മരിച്ചു. അപ്പോൾ അയാൾക്ക് ഗൾഫിൽ വലിയ ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള സമയത്താണ് പെട്ടെന്ന് മരണം. പിന്നെ ആരാ കൊണ്ടുനടക്കുക? അപ്പോൾ ഉള്ള ഇതിൽ മൂത്ത മകനെ അണ്ട് പറഞ്ഞയച്ചു. എല്ലാ പഠിപ്പും നിർത്തി ബിസിനസ് കൊണ്ടുനടക്കാൻ. ലക്ഷങ്ങൾ അവിടെ നിന്ന് അവർക്ക് ടേൺ ഓവർ കിട്ടുന്ന ഒരു വലിയ ബിസിനസ്സും. അവൻ അവിടെ പോയിട്ട് വാപ്പക്കറിയല്ലോ ഇത് എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടാക്കിയത്. ഓനൊന്നും അറിയില്ലല്ലോ. ഓന് ക്യാഷിലിരുന്ന് പൈസ വാങ്ങണത് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഓൻ അതുകൊണ്ടാണ് ആഘോഷിച്ചാൽ എന്താ ഉണ്ടാവുക നിങ്ങൾക്ക് അറിയാലോ. പോനെ മെല്ലെ ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറ്റിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അവനൊരു ഉപദേശം കൊടുക്കാനാണ് പറയണത്. ഞാൻ പറഞ്ഞു, അവനെ അങ്ങോട്ട് കയറ്റി വിടുന്നതിന് മുന്നേ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ കയ്യിൽ പൈസ കൊടുത്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി നാളെ നരകത്തിൽ പോവാതിരിക്കാൻ അവന് നൽകേണ്ട അടിസ്ഥാന ബോധം നമ്മൾ എന്ത് ചെയ്യണം? നൽകുക എന്നുള്ള ഒരു കടമ നിർവഹിച്ചോ ഇല്ലേ? കുട്ടി മദ്രസ പോകണ്ടോ ഇല്ലേ എന്നല്ലട്ടോ ഞാൻ പറഞ്ഞത്. മദ്രസ പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മുടെ കുട്ടിക്ക് നമ്മൾ ഉൾക്കൊണ്ട ഈ ഒരു ദീൻ ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള വലിയൊരു ബാധ്യത നമുക്കുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എന്താണ്? അത് വലിയ ക്ലാസ്സാണ്, നീണ്ട സമയം പറയേണ്ട കാര്യം. പക്ഷെ എന്നാലും നിങ്ങളൊരു പിന്നെ മക്കളെ കാര്യമാവണോണ്ട് ആ പറയണ കാര്യം അങ്ങനെ അവിടെ കിടക്കും എനിക്കറിയാം. നമ്മൾ ഒരു പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണം വെച്ചാൽ ഏറ്റവും ഒന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ തരും, കുട്ടികളെ കൂടെ കൊണ്ടുനടക്കുക എന്നുള്ളതാണ്. കുട്ടികളെ കൂടെ കൊണ്ടുനടക്കുക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഓതി വെച്ച ആയത്ത് ഫലമ്മാ ബലഗ മഅസായ, കുട്ടി തൻ്റെ കൂടെ നടക്കാറായപ്പോൾ, അതായത് ഇസ്മായിൽ നബി ഇബ്രാഹിം നബിൻ്റെ കൂടെ നടക്കാറായപ്പോൾ, അതിന് ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി കൊടുത്ത വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരു കുട്ടി മുതിർന്ന് വന്ന് നിങ്ങൾക്ക് ആ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടി വരാത്ത ഒരവസ്ഥ, എന്താണ്? നിങ്ങൾക്ക് അവനെ കൊണ്ട് ഉപകാരം കിട്ടും. ചില പണികളൊക്കെ ഓനെ കൊണ്ട് എടുപ്പിക്കുക, നിങ്ങൾക്ക് ഓനെ നോക്കണ്ട, ഓൻ എവിടെ പോകണമെന്ന് അറിയണ്ട. അങ്ങനത്തെ രൂപത്തിൽ സ്വതന്ത്രമായി ആ കുട്ടി എന്താണ് ഇനി ഓൻ ജീവിച്ചോളും എന്ന നിലക്കുള്ള ഒരു പക്വതയും ദീനും വിചാരമൊക്കെ അവനെത്തുക. ആ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾ ആ സമയത്ത് കുട്ടി നഷ്ടപ്പെടുക, കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. കാരണം നമുക്കിനി ആ കുട്ടിയിൽ എന്തില്ല, പ്രത്യേകിച്ച് ഇടങ്ങേറൊന്നുമില്ല. ഓനെക്കൊണ്ട് ഇനി ഉപകാരങ്ങൾ കിട്ടാൻ തുടങ്ങുന്ന പ്രായത്തിലാണ്. അതാണ് തന്നെ ഫലമ്മാ ബലഗ മഅസായ എന്നാണ്. അപ്പം ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സ് ആ ഇസ്മായിൽ നബിക്കുണ്ട് അല്ലേ? ഇബ്രാഹിം നബിക്ക് എന്തു മനസ്സാണോ ഉള്ളത് അത് കുട്ടിക്കുണ്ട്. അതെങ്ങനെ കിട്ടിയതാ? നാട്ടിൽ ഖുർആൻ ക്ലാസ് പോയിട്ട് കിട്ടിയല്ല, വാപ്പാൻ്റെ അടുത്ത് കിട്ടിയ മനസ്സിലായി. വാപ്പേന്നല്ലേ പ്രവാചകൻ, ആ പ്രവാചകൻ എന്ന് കിട്ടിയത്. എങ്ങനെ മനസ്സ് കിട്ടിയത്? എങ്ങനെ കിട്ടി? വാപ്പാൻ്റെ അതേ മനസ്സ് ആ മോൻ ആ പ്രായമായപ്പോഴേക്കും കിട്ടി. നമുക്ക് എവിടുന്ന് കിട്ടി? ആ ആയത്ത് തന്നെ ഉണ്ട്. എന്താണ്? നടക്കാനായപ്പോൾ മകനോട് പറഞ്ഞു, ഇന്നി അറാഫിൽ മനാമി അന്നി അത് മോനെ നിന്നെ അറുക്കണം എന്ന് ഞാൻ വഹിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ മകൻ്റെ കാര്യം എന്താണ്? ഫന്തുർ മാതാത്തറ, എന്താ അഭിപ്രായം മോനെ? നിസ്കരിക്കാൻ പറയല്ല കേട്ടോ, അത് നിസ്കരിക്കാൻ പറയല്ല. നിന്നെ അറുക്കണം എന്ന അള്ളാൻ്റെ കൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞാൽ അറുക്കും എന്ന ഉറപ്പാണ്. അപ്പം എന്താ പറഞ്ഞത് അറിയോ? യാ അബത്തിഫ് അൽ മാ തുമർ, കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കൂ പിതാവേ, കൽപ്പിക്കപ്പെട്ടത് ചെയ്യൂ പിതാവേ. അപ്പോൾ വാപ്പാക്ക് ഒരു ബേജാറുണ്ടാവില്ല. ഇനി അങ്ങനെ അറുക്കണ സമയത്ത് എന്തായിരിക്കും? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്വാബി. അല്ല ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അറുക്കുമ്പോൾ ഒരു ക്ഷമകേടും കാണിക്കാതെ ഞാൻ ആ കത്തിക്കടിയിൽ കിടന്നു തരുന്ന. അത് വെറുതെ പറയോ സുഹൃത്തുക്കളെ? വെറുതെ പറയോ? നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം, നമ്മുടെ മനസ്സ്, നമ്മുടെ നന്മ, നമ്മുടെ ഔദാര്യശീലം, നമ്മുടെ സ്നേഹം എന്തൊക്കെ നമുക്കുണ്ടോ അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മളിരുന്ന് കിട്ടണം. അത് നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടണം. അത് കൊടുക്കേണ്ടത് മദ്രസ എന്നല്ല കേട്ടോ, അത് കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് കു അംഫുസക്കും വ അഹ്ലീക്കും. അത് ഉസ്താദുമാരുടെ പണിയല്ല. നരകത്തുനിന്ന് കുട്ടീനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പാരൻസിൻ്റെ പണിയാണ്, മാതാപിതാക്കളെ പണിയാണ്. അത് ഒപ്പം നടത്തി വേണം. അപ്പോൾ ഇവിടെ ഉമ്മാരിക്കുണ്ടാവും, ഇവരെന്താ പറയാറ്? നിങ്ങൾ ഒരു പണിക്ക് വിളിച്ചാലും അവൾ വരൂല, ഞാനിവിടെ എഡങ്ങറായി കടന്നാലും ഈ വഴിക്കോളൊന്ന് വന്നു നോക്കൂല എന്നൊക്കെ മക്കളെ പറ്റി പറയും. അതെന്താ സുഹൃത്തുക്കളെ? അങ്ങനെ ഒരു ശീലം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത്
കുട്ടികളോട് സംസാരിക്കാൻ അറിയാത്ത ഉമ്മമാരാണ് 99%. ഒരു കുട്ടികളോട് എങ്ങനെ വർത്തമാനം പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ വീട്ടിൽ എന്നും കച്ചറ അല്ലേ? ഉമ്മയും മക്കളും തമ്മിൽ കച്ചറ ഉണ്ടല്ലേ നിങ്ങൾ? എന്തിനാ ഈ ഉമ്മയും മക്കളും തമ്മിൽ കച്ചറ? ഉമ്മ പറഞ്ഞാൽ എത്ര പ്രിയപ്പെട്ടതാണ് മക്കൾക്ക്, മക്കൾ എത്ര പ്രിയപ്പെട്ടതാണ് ഉമ്മാക്ക്. പിന്നെ ഇതിൻ്റെ ഓരോ തമ്മിൽ തർക്കം. വർത്തമാനം പറയാൻ അറിയില്ല. മോൾക്ക് ഉമ്മാനോട് വർത്തമാനം പറയാനും അറിയില്ല, ഉമ്മാക്ക് മോളോട് വർത്തമാനം പറയാനും അറിയില്ല. ഞാനൊരു എക്സാമ്പിൾ പറയും. എന്താ അറിയോ? ഞായറാഴ്ചയാണ്, വൈകുന്നേരം 4 മണിയായി. 4 മണി വരെയും എന്തില്ല നിങ്ങൾ, ഒരു മുതിർന്ന മകൾ, വിവാഹപ്രായമെത്തിയ മുതിർന്നൊരു മകൾ, ഓള് വീട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഓൾ അടിക്കാൻ വന്നിട്ടില്ല, തുടക്കാൻ വന്നിട്ടില്ല, ഒരു ഭക്ഷണത്തിന് ഒരു ഉള്ളി അരിഞ്ഞു തരാൻ വന്നിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിൽ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ഉമ്മ മോളോട് പറയാണ്, എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, എനിക്ക് സുഖമില്ല, എന്നിട്ട് ഈ വൈകുന്നേരം വരെ നീ ഫോണും നോക്കിയിരിക്കരുത്, ഞാനിവിടെ നിന്ന് കഷ്ടപ്പെടുന്നു, നീ കണ്ടോ, നീ വൈക്കൊന്ന് വന്നു നോക്കൂ, എൻ്റെ ഉമ്മയല്ല ഞാൻ. ഇതൊക്കെ എപ്പോഴാണ് പറയാറ്? 4 മണിക്ക്. എന്നാൽ രാവിലെ എന്ത് പറഞ്ഞാൽ മതി? മോള് ഒന്ന് എനിക്ക് ഒഴിവല്ലേ, എന്നാൽ യുവ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം, ഈ വെറുതെ പിന്നെ ഒന്ന് ഞാനിതിങ്ങനെ പരത്തി തരുമ്പോൾ ഈ അതൊന്ന് മറിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയാണ് വരാത്തത്? ഞാൻ പറഞ്ഞ ഏത് കുട്ടിയാണ്? ഞാനിത് പറയാൻ കാരണം, സിമ്പിൾ ഉദാഹരണം പറയാൻ കാരണം, നമ്മുടെ കുട്ടികളെ എങ്ങനെ കൂടെ നിർത്തും എന്നറിയില്ല. കൂടെ നിർത്താൻ അറിയാത്ത കുട്ടികൾ ഉണ്ടായാൽ എന്താ ഉണ്ടാകുക? കുട്ടി വലുതാവും തോറും ഈ ഉമ്മയും കുട്ടി ശത്രുവാകും. കുട്ടിക്ക് എത്ര വലുപ്പം വരുന്നു അതിനനുസരിച്ച് അവർ ശത്രുക്കളായിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മളെപ്പോലെ, ഇപ്പോൾ നമ്മൾ പറയും ഒരു അന്യ വീട്ടിൽ പോകാനുള്ളതാണ്, അവിടെ പോയാൽ എന്താ കാട്ടുക എന്നൊക്കെ ചോദിക്കും. ഇവിടെ ഒരു അന്യ വീട്ടിലല്ലേ ഇപ്പം ഉമ്മ നിൽക്കുന്നത് അല്ലേ? ആ ഉമ്മ എന്താണോ ചെയ്യുന്നത് അതന്നെയല്ലേ അവൾക്ക് അവിടെ പോയാൽ ചെയ്യാനുള്ളത് അല്ലേ? അത് ചെയ്യാൻ എന്തുള്ളൂ, മനപ്പം നിന്നാൽ മതി. കൂടെ നിർത്തി തൻ്റെ കൂടെ കൊണ്ടുപോകാൻ തൻ്റെ കുട്ടികളെ കഴിയുക എന്നുള്ളതാണ് ഉമ്മമാരെ വിജയം. വാപ്പാർക്കും അങ്ങനെ വേണം. നമുക്കൊരു പണിയില്ല വിചാരിക്കരുത് സുഹൃത്തുക്കളെ, നമുക്കൊരു പണിയില്ല, എല്ലാം പെണ്ണുങ്ങളെ ഉത്തരവാദിത്തം എന്നതിലേക്ക് പോകരുത്. നമുക്ക് പണിയുണ്ട്. നമ്മൾ പണിയെടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 4 കുട്ടികളൊരു ഉമ്മി, അവർ ജുമായക്കൊന്നു. എന്താ അറിയോ, അവരുടെ ഭർത്താവ്, ഈ കുട്ടികളുടെ വാപ്പ പെട്ടെന്നാണ് മരണപ്പെട്ടതാണ്. മരണപ്പെട്ടതോടുകൂടെ എന്തുണ്ടായിരുന്നെങ്കിൽ മുഴുവൻ മക്കളും പല വഴിക്കായി, എല്ലാവരും പല വഴിക്കായി, പല പ്രശ്നങ്ങളായി. അവരെ പ്രശ്നങ്ങൾ കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, അതിന് മാത്രം പ്രശ്നങ്ങളാണ്. ഒരു കുടുംബനാഥൻ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്നതിന് അവരൊരു ഉദാഹരണമാണ്. നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കണില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കുടുംബം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തറിയോ, നമ്മൾ ചില കാര്യങ്ങൾ നിർവഹിക്കണം. ആ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം അതെന്താണ്? ഇപ്പോൾ കുട്ടികളെന്താ വെച്ചാൽ അവർക്കൊരു പണിയില്ല, ഒരു ജോലിയില്ല, അവർ മൊബൈലിട്ട് ഇങ്ങനെ ഇരിക്കണം. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ ഇടപെടുത്തണം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ജോലികളും ഒക്കെ ചെയ്യുന്നിടത്തുള്ള സഹായങ്ങൾക്കും കാര്യങ്ങൾക്കും കൂട്ടി അവർക്ക് ചില പണികൾ കൊടുത്ത് ജോലികൾ കൊടുത്തും അവരെ കൂടെ നിർത്തി നമ്മൾ പോകുന്ന ക്ലാസ്സിലേക്കും നമ്മൾ പോകുന്ന യാത്രകളിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ അതേ മനോഭാവം അവർക്ക് സൃഷ്ടിച്ച് അവരെ സദാ നിരീക്ഷിച്ച് അവർക്ക് വേണ്ട സ്നേഹവും അതേപോലെ തന്നെ ശാസനകളും നൽകി കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം വാപ്പക്കുണ്ട്. ഇത് നമ്മൾ ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റൂ.